السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് റബ്ബാണ്. ഖൈറും ഷർറും ഒക്കെ തീരുമാനിക്കുന്നത് ഖാലിഖായ റബ്ബാണ്. ആ റബ്ബിനോട് അവൻ കണക്കാക്കുന്നതിൽ ഖൈറിന് വേണ്ടിയും എല്ലാവിധ ഷർറുകൾ നീങ്ങിക്കിട്ടാനൊക്കെ വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നാം ബന്ധപ്പെടുന്ന ഏതേത് വിഷയങ്ങളിലും അതിൽ ഖൈറുണ്ടാവാൻ വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. ബറക്കത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി. അതുപോലെ തന്നെ അത്തരം വിഷയങ്ങളിലുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും അള്ളാഹുവിനോട് നമുക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യവും സന്തോഷവും നൽകുകയും ഷർറുകളിൽ നിന്നെല്ലാം അല്ലാഹു തആല നമുക്ക് വലിയ സംരക്ഷണം നൽകുകയും ചെയ്യും. അതിലേറ്റവും അതിപ്രധാനമായ ഒന്നാണ് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. ഇതുകളിലൊക്കെ ഖൈറുണ്ടാവണം, ബറക്കത്തുണ്ടാവണം. നാം വിവാഹം ചെയ്ത ഭാര്യ അവളിൽ നല്ല സ്വഭാവക്കാരിയാവണം. അവളെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ രൂപത്തിലുള്ള ശരീരപ്രകൃതിയും അതുപോലെ തന്നെ സൗന്ദര്യവും അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ളവരായി തീർന്നാൽ അയാളുടെ ജീവിതം എന്തുകൊണ്ടും സന്തോഷകരമായി തീരും. അതുകൊണ്ട് തന്നെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായി ഭാര്യയെ കണ്ടുമുട്ടുമ്പോൾ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തേണ്ടത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിക്കാരനെ വാങ്ങുകയോ ഒരു വാഹനം വാങ്ങുകയൊക്കെ ചെയ്താൽ അവകളിലുണ്ടാകുന്ന എല്ലാ നന്മകളും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അവകളെല്ലാം ഉണ്ടായിത്തീരാവുന്ന ഷർറുകൾ തൊട്ട് റബ്ബിനോട് കാവൽ തേടാനും മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം: ഇദാ അഫാദ അഹദുകുമൽ ജാരിയ അവിൽ മർഅത്ത അവിദ്ദാബ, നിങ്ങൾ ആരെങ്കിലും ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ ജോലിക്കാരിയെ വാങ്ങുകയോ അല്ലെങ്കിൽ വിവാഹം ചെയ്യുകയോ, സ്ത്രീയെ വിവാഹം ചെയ്യുകയോ, ഒരു മൃഗത്തെ അതല്ലെങ്കിൽ ഒരു വാഹനത്തൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയഖുദ് ബിനാസിയതിഹാ, അവയുടെ മൂർധാവിൽ, ഭാര്യയാണെങ്കിൽ അതല്ലെങ്കിൽ ജോലിക്കാരിയൊക്കെ ആണെങ്കിൽ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറയണം, അവൻ ദുആ ചെയ്യണം ബിൽ ബറക്കത്തി, ബറക്കത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി അവൻ ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? അതും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജുബിലത അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജുബിലത അലൈഹി എന്നാണ് അവൻ പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുവേ, ഇവളിലുണ്ടാകുന്ന ഖൈറിനെ, നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ അവളിൽ നല്ല സൗന്ദര്യം, നല്ല സ്വഭാവം, ഇതൊക്കെ അവളിലുണ്ടാവണം. അത് നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു. വഅഊദു ബിക, നിന്നോട് ഞാൻ അഭയം തേടുന്നു, കാവൽ ചോദിക്കുന്നു, മിൻ ശർരിഹ, അവളിലുണ്ടാകുന്ന ഷർറിനെ തൊട്ട്, വശർരി മാ ജുബിലത അലൈഹി, അവളിലുണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ, അതുപോലെ തന്നെ അത്തരം മനസ്സിന് വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവളിലുണ്ടാകാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ തേടുന്നു. എന്നെ അവിടുന്ന് പറഞ്ഞു, വഇൻകാന ബഈറൻ, ഒരാളൊരു ഒട്ടകത്തെയാണ് വാങ്ങുന്നതെങ്കിലോ ഫൽയഖുദ് ബിദിർവതി സിനാമിഹി, അതിൻ്റെ പൂഞ്ഞ അത് പിടിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട പ്രാർത്ഥന നടത്തേണ്ടത്. ഹദീസുകളിൽ തന്നെ കാണാൻ കഴിയും, ഒട്ടകങ്ങളുടെയൊക്കെ പൂഞ്ഞയുടെ ഭാഗത്താണ് ശൈത്താൻ പതിയിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കൈവച്ചുകൊണ്ട് പ്രത്യേകം ഈ പ്രാർത്ഥന നടത്തണമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ ജീവിതം നമുക്കുണ്ടായിത്തീരാൻ വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തുകയാണ് എങ്കിൽ അള്ളാഹു അവൻ്റെ മഹദ് ഫള് കൊണ്ട് എല്ലാ നിലക്കുള്ള ഐശ്വര്യവും സന്തോഷവും റാഹത്തുമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് റബ്ബ് പ്രദാനം ചെയ്യും. അള്ളാഹു തആല അത്തരം ഒരു കുടുംബജീവിതം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.